അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോൻ്റെ അകത്ത് ഡിസ്ക്ലൈമർ ആയിട്ട് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ കാണിക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ പേരെടുത്ത് പറയുന്ന ആൾക്കാരെയോ ഒരിക്കലും എനിക്ക് പേഴ്സണലായിട്ട് ഒരു വിരോധവുമില്ല. ഇതിൽ ഞാൻ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇടാവുന്നതാണ്, തെറി ഒഴിച്ച്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത് തന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ വീഡിയോ ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് വഅദിൻ്റെ സദസ്സിൽ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഈ കാര്യം ശരിയല്ലോ എന്ന് തോന്നി. ആ വീഡിയോൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ അതിൽ കുഞ്ഞാക്കോയ എന്ന് പറയുന്ന ആൾക്കാരുടെ തമ്മിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ബ്ലറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെയൊക്കെ ഇപ്പോൾ മദ്രസയിലേക്കോ അയക്കാതെയും അതേപോലെ സ്കൂളിലേക്കൊക്കെ അയക്കാതെ ഇനോഗ്രേഷന് വരുന്ന കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കുഞ്ഞാക്കോയ എന്ന് പറയുന്ന അതേപോലെ കുറേ ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പേരാണ്. പക്ഷേ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാർ. അവരൊക്കെ ഇനോഗ്രേഷന് വരുന്ന സമയത്ത് സ്കൂളും മദ്രസയും ഒക്കെ ലീവ് ചെയ്തിട്ട് അവരെ അവിടേക്ക് കൊണ്ടുപോവുകയും അത്തരത്തിലുള്ള ആ ഒരു ആളെ കാണിക്കുകയും അവർക്ക് കൈ കൊടുക്കുകയും അവരെ കൂടെ സെൽഫി എടുക്കുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളെ ഇത് ഒക്കെ പ്രോത്സാഹിക്കുന്നത് മാതാപിതാക്കൾ തന്നെ. ഓക്കെ, പിതാവ് തന്നെ കൊണ്ടുപോയി കാണിക്കുകയും മദ്രസ ഇങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒയത്തി പിടിച്ചിട്ടിങ്ങനെ കാണിക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം കുറച്ച് ഞാൻ പ്ലേ ചെയ്ത് തരാം. അത് നിങ്ങൾക്കൊന്ന് കേട്ട് നോക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് വീണ്ടും പറയുകയാണ്, ഇതിൽ ഒരു വൈരാഗ്യമോ ഈ ഒരു പറയുന്ന ആൾക്കാരോട് ഒരു വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നും തന്നെ ഇല്ല. സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്കിപ്പ് അടിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോ ബാക്ക് എടുത്ത് നിങ്ങൾക്ക് പോകാവുന്നതുമാണ്. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇബ്രാഹിം സഖാഫി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് കേട്ട് നോക്കാം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആർക്കോ വേണ്ടി നമ്മൾ ഉറക്കൊഴിക്കലോ പറയാറില്ലേ മലയാളത്തിൽ, ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ ആർക്കോ വേണ്ടി ഉറക്കൊഴിക്കല നമ്മൾ. ഏതെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ സമയം കവരാനും നമ്മൾ ആത്മീകമായി ചൂഷണം ചെയ്യാനും ശ്രമിക്കുമ്പോൾ അതിന്റെ പിറകെ കൂടലാണോ? ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ചങ്ങാതിമാര് മലപ്പുറത്ത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നു. റോഡ് ബ്ലോക്കായി. എന്ത് കാണാൻ? വലിയൊരു ഉസ്താദിന്റെ വലിയൊരു സയ്യിദ് അവരുടെ പ്രാർത്ഥനയിൽ ആമീൻ പറയാനാണോ ആൾ വന്നേ? അല്ലല്ല, ഈ പോയത്തക്കാരെ കാണാൻ, ഈ കുഞ്ഞാപ്പോളെ കാണാൻ. എന്നിട്ട് ചെറിയ മക്കളൊക്കെ തോളിലേറ്റി പൊക്കി പിടിച്ച് കാണിച്ചു കൊടുക്കുക. കണ്ടോ എന്ന് വാപ്പാ വളരെ ആർദ്രതയോടുകൂടെ ചോദിക്കുക. അപ്പൊ കുട്ടി കുറച്ചു നേരം കൂടി കാണട്ടെ എന്ന് പറയാ. അജറുല്ലാസ് ഒന്ന് നോക്കിക്കല്ലേ, പുണ്യം കിട്ടും. സ്വന്തം അമ്മാന്റെ മുഖത്ത് നോക്കിയാൽ പുണ്യം കിട്ടും. സ്വന്തം പിതാവിന്റെ മുഖത്ത് നോക്കി വെറുതെ ഇരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, കൂലി കിട്ടും. അതിന് സൗകര്യമുണ്ടോ മക്കൾക്ക്? ഇല്ല. കുഞ്ഞാപ്പൂനെ കാണാൻ പോവാണ്. എന്നിട്ട് ദേശീയ ഗാനം പാടുക. അവരുടെ കൊമ്പങ്കാട് തറവാട്ടിലെ ദേശീയ ഗാനം. എന്തായാലും വരി കോയാക്കാന്റെ സൈന. ആരാ സൈന? ഞാൻ ആവർത്തിച്ച് പറയുന്നു, വ്യക്തിപരമായി നമുക്ക് ആരോടൊരു വിദ്വേഷമില്ല. എനിക്ക് മറുപടി പറഞ്ഞാലും വരും വേണ്ട. ഈ പറയുന്ന വ്യക്തികൾ തന്നെ ഈ മറുപടിയുമായി ഇറങ്ങണ്ട. എനിക്കിതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി റോഡ് ബ്ലോക്കാക്കി വയസ്സായ ആളുകൾ കുട്ടികളെ പൊക്കി നിർത്താന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ആരെയാണ് അനുകരിക്കേണ്ടത്? വാപ്പാനെ കോയെ എന്ന് വിളിക്കുന്ന ചങ്ങാതിനെയാണോ അനുകരിക്കേണ്ടത്? അതോ വാപ്പാന്റെ കള്ളപ്പുതിയണ്ണിന് ജന്മദിനത്തിന് കേക്ക് വാങ്ങിക്കൊടുക്കാൻ സെലക്ട് ചെയ്യാൻ വാപ്പാന്റെ ഒപ്പം പോണ മോനെയാണോ? എന്തൊരു സൗഹൃദമല്ലേ മക്കളും വാപ്പിയും തമ്മിൽ, എന്തൊരു സൗഹൃദം! നമ്മൾ മുഅ്മിനീങ്ങളൊന്നും ആലോചിക്കണ്ടേ? എന്തിനാണ് നമ്മൾ ജീവിക്കണേ? ഇതിനാണോ? എനിക്ക് ഇത്തരം വിവരങ്ങളൊക്കെ തരുന്ന 2-3 കോഴിക്കോട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. ഇവിടെ വയസ്സായ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ തലയിൽ ചുവന്ന തട്ടൊക്കെ ഇട്ട് താത്താന്റെ ഒരു ക്ലിപ്പ് ഇടുന്ന് കാണിച്ചു. ഇതൊന്ന് കേട്ടോക്കിന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടോക്കുമ്പോ വെറും പകിട്. അതിലൊരു തിയോളജി ഇല്ല, ഒരു ഫിലോസഫി ഇല്ല, ഒരു മസ്അല ഇല്ല, ഒരു ചരിത്രമില്ല. ചിരിക്കാനെങ്കിലും പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ചിരി അത്ര വലിയ സംഗതി ഒന്നുമല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു. അതെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, എന്ത് കാര്യത്തിനാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവരെന്താ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർക്ക് കല്യാണം കഴിക്കണമല്ലോ, അത് ഡോക്ടറായാൽ കൊള്ളാമെന്ന്. അത് കലക്ടറായാലും തിരക്കടില്ല. അറബികളെ പറ്റും, പക്ഷെ വിശ്വാസം ഇല്ല. ഞാൻ ചോദിച്ചത് കണ്ടിട്ട് എന്ത് കാര്യാടാ കിട്ടണത്? ആ സമയത്ത് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞെന്താണെന്നറിയാം? ഒന്ന് നോക്കി എത്ര ആൾ കണ്ടു എന്നുള്ളത്. ഇത്താത്തത് 1 മണിക്കൂറായിട്ടില്ല യൂട്യൂബ് കയറ്റിയിട്ട്. അപ്പോഴേക്ക് 17,000 ചില്ലാനം ആളുകൾ കണ്ടു കഴിഞ്ഞു. 17,000 ചില്ലാനം ആളുകൾ 10 മിനിറ്റ് വീതം ചെലവാക്കിയാൽ ഈ സമൂഹത്തിന്റെ എത്ര മണിക്കൂർ, എത്ര വർഷം ചെലവായി എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആവർത്തിച്ച് പറയുന്നു, അവരോട് എനിക്ക് പ്രത്യേകിച്ച് മമതല്ല, പ്രത്യേകിച്ച് വിദ്വേഷമല്ല. അവരാരാന്ന് പോലും എനിക്കറിയില്ല, പേര് പോലും അറിയില്ല. ഇതിനാണ് നമ്മൾ ജീവിക്കേണ്ടത്? ഇതിനാണോ ഷഅബാനും റമദാനും റജബൊക്കെ റബ്ബ് ഓഫറായിട്ട് നമ്മുടെ മുമ്പ് തരുന്നത്? കുതിരളിച്ചുകൊണ്ടിരിക്കുക. നട്ടപ്പാതിലേക്ക് മെസ്സേജ് വരിക, എന്നിട്ട് അവിടെ മോള് കയറി വാതിൽ തുറന്നു കൊടുക്കുക.
ചിലവർ താഴ്ന്ന തന്നെ വാതിൽ തുറന്നു കൊടുക്കുക. ഉമ്മയുടെയും ബാപ്പയുടെയും കുഞ്ഞുമക്കളുടെയും സുരക്ഷിതത്വത്തെ കുറിച്ചൊന്നും ഒരു ആശങ്കയില്ലാതെ വാതിൽ തുറങ്ങി ഇറങ്ങിപ്പോകുക ബൈക്ക് കാത്തിരിക്കണോടൊപ്പം. എങ്ങനെ വിവരം കിട്ടണത്? വഹി ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ഞാൻ വന്നു കേട്ടോ എന്ന് മെസ്സേജ് വിടുന്നു, വിളിക്കുന്നു, ഇറങ്ങടി എന്ന് പറയുന്നു. നമ്മുടെ മക്കളൊക്കെ നമുക്കാവണമെങ്കിൽ, നമുക്ക് സമാധി വെക്കാതിരിക്കണമെങ്കിൽ, നമ്മുടെ മക്കൾ താമരശ്ശേരിക്കാരൻ ആഷിക്കാവാതിരിക്കണമെങ്കിൽ, ക്യാൻസർ പിടിച്ചിട്ട് ബ്രെയിൻ ട്യൂമർ പിടിച്ചിട്ട് സർജറി കഴിഞ്ഞിട്ട് നേരാമണ്ണൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അനുജത്തിന്റെ വീട്ടിൽ കിടക്കുകയാണ് ഈ ആഷിക്കിന്റെ ഉമ്മ. അയാളുടെ വീട്ടിൽ പോയിട്ട് മൂപ്പരാള് വലിയ കത്തി വേണം തേങ്ങ പൊളിക്കാനാന്ന് പറയുന്നുണ്ട്. വലിയ കത്തി കൊടുന്നിട്ട് അനങ്ങാൻ പോലും പറ്റാത്ത ഉമ്മനെ അറുത്തിട്ട് കോഴിനറുത്ത കത്തി കഴിക്കണത് പോലെ പുറത്ത് ടാപ്പ് കൊണ്ടുപോയി ഈ ക്രൂരനായ മകൻ കത്തി കഴിക്കുന്നുണ്ട്. പോലീസിനോട് പറഞ്ഞെന്താന്നറിയാം, എനിക്ക് ജന്മം തന്നതിന്റെ പണിഷ്മെന്റ് ആണ് ഇതെന്ന്. ഓനക്ക് ജന്മം നൽകിയതിന്റെ 50 ഡല്ലിലേറെ വേദന സഹിക്കുന്നുണ്ട് ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിക്കാൻ. ലോകത്തെ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ പെണ്ണാണ്. ശരീരത്തിനോട് ആവേശികമായി നോക്കുമ്പോ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യവർഗമാണ്. 250-300 കിലോ ഉണ്ടാവും കങ്കാരു. അതിന് കുട്ടി ജനിക്കുമ്പോൾ 3 ഗ്രാമാണ് പ്രായമെന്ന്. ഓക്കെ, ഇതിൽ നമുക്ക് ഇത്രയും ഭാഗം മതി എന്നുള്ളതാണ്. ഇതിനെ മുഴുവനായിട്ട് വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ ശരിക്കും ഓർമ്മ വരുന്നില്ല, മുർഷിദ് എന്ന് തോന്നുന്നു. ഓക്കെ, ആ ഒരു ചാനൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് വീക്ഷിക്കാവുന്നതാണ് മുഴുവനായിട്ട് കാണാനുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും യോജിക്കേണ്ടതായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾ ഈ ഒരു വീഡിയോസ് കാണുന്നത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് എന്താണ് കിട്ടുന്നത്, ആ ഒരു ചോദ്യമാണ് ഉസ്താദ് അവിടെ ചോദിക്കുന്നുള്ളത്. ശരിയാണ്, അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു മോറലായിട്ട് സ്റ്റോറിയോ അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ടുള്ള വിഷയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അതിൽ നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ആദ്യമായിട്ട്, അല്ലേ? നമ്മൾ വെറുതെ ഒരു ഫണ്ണായ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൽ ഒന്നും അനുകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസുകളൊക്കെ കണ്ട്, ഇപ്പോൾ കുഞ്ഞാക്കോയ എന്ന് പറയുന്നതിൽ ഉപ്പാനെ സ്വന്തം ഉപ്പാനെ തന്നെ കോയ എന്ന് വിളിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അതിനെ അങ്ങനെ സ്വന്തം ഉപ്പാനെ കോയ എന്ന് വിളിക്കണം എന്നാണോ? നമ്മൾ ചിന്തിക്കണം, നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സഹോദരങ്ങളെ. നമ്മൾ കുട്ടികൾക്ക്, ശരിയാണ്, കുട്ടികളല്ലേ എന്നിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ അത് വലുതായി പോകുന്ന സമയത്ത് അതങ്ങനെ തന്നെ അനുകരിച്ചുകൊണ്ട് അതിനെ തന്നെ ഇങ്ങനെ പിൻപറ്റിക്കൊണ്ടാണ് അവർ വരുന്നുള്ളത്. അവലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ അടുത്തായിട്ട് ടൊപ്പീനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ചർച്ചയായി, അല്ലെ? കുട്ടികളെയൊക്കെ തെറിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തെറിവിളിയൊക്കെ കേട്ട് അവരത് തന്നെ അനുകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സുമാരെ എല്ലാവരും വിമർശിക്കുന്നതല്ല കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറയാണ്. അതായത് അവരെ പറ്റുന്ന അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അനുകരിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരിക്കണം. ഇത് വെറുതെ ഇല്ലാതെ ഇങ്ങനെ വീഡിയോ കാണുകയും അതിൽ പറയുന്നതായ കാര്യങ്ങൾ കുട്ടികളിങ്ങനെ അനുകരിക്കുകയും അതിനെ തന്നെ അവരിങ്ങനെ കൊണ്ടുപോവുകയും വലുതായി കഴിഞ്ഞാൽ അതിനെ തന്നെ അവരുടെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു വിഷയത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു രീതിയാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റമദാനും ഷഹബാനിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? 15 കഴിഞ്ഞ് ബറാഅത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനി റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇബാദത്തുകളും അതേപോലെ നല്ല വിഷയങ്ങളും നല്ല ഇസ്ലാമികപരമായിട്ടും അതേപോലെ അനുകരിക്കാൻ പറ്റുന്നതായ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആനുമായിട്ടും ഇസ്ലാമികമായിട്ടും നല്ല ബന്ധം പുലർത്താൻ വേണ്ടി നോക്കുക എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. അതേപോലെ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഒരു വിദ്വേഷവും വൈരാഗ്യവും ഇല്ല അവരോട്, ഈ പറഞ്ഞ ആൾക്കാരോട്. ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ വിഷയം എന്താണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയോട് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.